വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നേപ്പാളിൽ വിമാന ദുരന്തം. ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 72 പേരും കൊല്ലപ്പെട്ടു. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖ്രയിലേക്ക് വന്ന വിമാനം ലാൻഡിംഗിനിടെ തകർന്നു വീഴുകയായിരുന്നു. മനു ഭരത ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, മരിച്ചവരിൽ 5 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വാർത്തയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. 72 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലാൻഡിങ്ങിനിടെ ഉണ്ടായ അപകടമാണ്. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നേപ്പാൾ സർക്കാർ ഒരു മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുകയും ഇതിൻ്റെ ഉന്നതതലമായ ആലോചനകൾ തുടരുകയും ചെയ്യുകയാണ്. ഈ വിമാന അപകടം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികളെക്കുറിച്ചാണ് സർക്കാർ ഗൗരവതരമായി ആലോചിക്കുന്നത്. നേപ്പാളിൽ പ്രത്യേകിച്ച് ഈ കാഠ്മണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. 30 മിനിറ്റ് ഫ്ലൈയിങ് ടൈം മാത്രമേ ഉള്ളൂ. അതിന് ഇടയിലാണ് ഈ വിമാനം തകർന്നു വീണിട്ടുള്ളത്. ഇത് ഈ എയർപോർട്ടിലുണ്ടായ ഈ പോഖ്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ കാലാവസ്ഥ സാഹചര്യത്തെ ആണ് അപകടത്തിനെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. പക്ഷേ ഇത്തരം വ്യത്യസ്തമായ പ്രതികൂല കാലാവസ്ഥയിൽ ഇറങ്ങാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ഈ എയർപോർട്ടിലുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇറങ്ങാൻ കഴിയുന്ന ഇൻസ്ട്രുമെൻ്റൽ ലാൻഡിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമതയൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇത് പ്രധാനമായും ഓൾഡ് എയർപോർട്ടിലിരുന്നാണ് പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നിയന്ത്രണങ്ങൾ പലതും നടത്തിയിരുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നു. ഏതായാലും ഈ ഇന്ത്യക്കാരുടെ 5 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ 9 വിദേശ പൗരന്മാർ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ 4 പേർ റഷ്യക്കാരാണ്, 2 കൊറിയൻ പൗരന്മാരാണ്, ഒരാൾ അർജന്റീനയിൽ നിന്നും, ഒരാൾ ഐറിഷ് പൗരനാണ്, ഒരാൾ ഫ്രഞ്ച് പൗരനാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ 53 നേപ്പാൾ പൗരന്മാരായ ആളുകളും ഈ വിമാനത്തിലുണ്ടായിരുന്നു. മൊത്തം 4 ക്രൂ, വിമാനം നിയന്ത്രിക്കുന്ന 2 പേരും അതുപോലെ 2 പേർ എയർ ഹോസ്റ്റസ് ആയ 2 പേരും ആണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആരെയും രക്ഷിക്കാൻ കഴിയാത്തതിന് ഒരു പ്രധാന കാരണം ഈ വിമാനം തകർന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് ഈ രക്ഷാസംഘത്തിന് അല്ലെങ്കിൽ ദൗത്യ സംഘത്തിന് എത്താൻ കഴിയാതെ ഇരുന്നതാണ്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സംഘം വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. 2 എയർ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. കാരണം അങ്ങോട്ടേക്കുള്ള ഒരു ആക്സസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ എത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും ഈ പുകയും അതുപോലുള്ള അഗ്നിബാധയും ഒക്കെ അതിനെ തുടർന്നുള്ള പുകയും വളരെ ശക്തമായി ഉള്ളതിനാൽ തന്നെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിലും പിന്നീട് അത് മങ്ങലേൽക്കുകയായിരുന്നു. ഈ വിമാനത്തിനകത്തു നിന്ന് ആരെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ അതിൽ വലിയ ആശങ്ക ഈ രക്ഷാസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പുകയും തീപിടുത്തവും ഉണ്ടായാൽ ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ത്യ വലിയ ദുഃഖം ഈ അപകടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇത് സംബന്ധിച്ചുള്ള ഒരു ട്വീറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇതിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പരിശോധന ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ദുഃഖകരമായ വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മളെ തേടിയെത്തിയത്. കാഠ്മണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്ക് പോയ നേപ്പാളിലെ ആഭ്യന്തര വിമാനമാണ് തകർന്നു വീണ് 72 പേരാണ് കൊല്ലപ്പെട്ടത്. 68 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കം 72 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 5 ഇന്ത്യക്കാരാണ് ഉൾപ്പെടുന്നത്. ഇവർ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് CNN ന്യൂസ് 18 പ്രതിനിധി ഷെറിൻ എലിസബത്ത് ചേരുന്നുണ്ട്. ഷെറിൻ, പ്രാഥമികമായി
നോക്കുമ്പോൾ കാലാവസ്ഥയാണ് അപകട കാരണം എന്നുള്ളത് തന്നെയാണോ വിലയിരുത്തൽ? ഒരു 53 ലോക്കൽ നേപ്പാളി സിറ്റിസൺസ് ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിനകത്ത്. 5 ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, 4 റഷ്യൻസ് ഉണ്ടായിരുന്നു, ഒരു ഐറിഷ് സിറ്റിസൺ ഉണ്ടായിരുന്നു, 2 കൊറിയൻ ആൻഡ് 1 അർജന്റീനിയൻ സിറ്റിസൺസ് ആയിരുന്നു ഓൺ ബോർഡ് ഈ ഫ്ലൈറ്റിൽ. ഇതാണ് എയർപോർട്ട് അതോറിറ്റി, നേപ്പാൾ എയർപോർട്ട് അതോറിറ്റി ഇപ്പം ലിസ്റ്റ് പുറത്താക്കിയപ്പോൾ ഇവർ പറയുന്നത് 53 ലോക്കൽ നേപ്പാളി സിറ്റിസൺസും 5 ഇന്ത്യൻസും ഈ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു. റീസൺ കാരണം പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് എയർപോർട്ടാണ്. ഇതിനകത്ത് എപ്പോഴും ഒരു ഷാർപ്പ് ലാൻഡിംഗ് ആണ് എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ കാലാവസ്ഥ സ്യൂട്ടബിൾ അല്ലായിരുന്നു. അതനുസരിച്ച് ഒരു ഡിഫിക്കൽട്ട് ലാൻഡിംഗ് ചെയ്തിട്ടാണ് ഒരു ക്രാഷ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മളിപ്പം നോക്കുന്നത് നേപ്പാൾ ഒരു എമർജൻസി മീറ്റിംഗ് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊണ്ട് എന്താണ് കാരണം, എന്തുവായിരുന്നു എക്സാക്ട് റീസൺ ഇങ്ങനൊരു ലാൻഡിംഗ് ഉണ്ടാവാൻ, അതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം എയർപോർട്ട് അതോറിറ്റിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് 23 ലോക്കൽ നേപ്പാളീസ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, 5 ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടായിരുന്നു, 4 റഷ്യൻ സിറ്റിസൺസ് ഉണ്ടായിരുന്നു, 2 കൊറിയൻ സിറ്റിസൺസ് എന്നിട്ട് ഒരു അർജന്റീനിയൻ സിറ്റിസൺ. ശരി, ഡൽഹിയിൽ നിന്ന് CNN ന്യൂസ് 18 പ്രതിനിധി ഷെറിൻ എലിസബത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. കടുവ ഭീതി ഒഴിയാതെ വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ ഇന്നലെ രാത്രിയും കടുവയിറങ്ങി. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. പ്രദേശത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം തെരച്ചിൽ തുടങ്ങി. വിവരങ്ങളുമായി രതീഷ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. രതീഷ്, ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ അതെങ്ങനെ പുരോഗമിക്കുന്നു? കടുവയെ പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണോ ഈ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കടുവ എവിടെയുണ്ട് എന്നുള്ളത് ഇതിനോടകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യ, RRT ഇപ്പോൾ ചെയ്യുന്നത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം എത്ര അകലെയാണെന്ന് ഉറപ്പുവരുത്തിയാണ്. ആ ഏരിയയിൽ കടുവയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന തെരച്ചിലാണ് നടക്കുന്നത്. എന്തായാലും അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കടുവയെ ഇന്ന് പകല് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്നും തന്നെ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെങ്കിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന നിരവധി തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് RRT സജീവമായ തെരച്ചിൽ നടത്തുന്നത്. ഈ തെരച്ചിൽ നടത്തി കടുവയെ കണ്ടു കഴിഞ്ഞാൽ മറ്റ് നടപടികളിൽ നിന്ന് കൂടുതൽ സ്ഥാപിക്കുക എന്നാണ് പ്രാഥമികമായ വനംവകുപ്പിന്റെ നടപടി. അത് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ഏക വഴി. മയക്കുവെടി വയ്ക്കുക എന്നുള്ള സാധ്യത മറ്റ് പല സാങ്കേതികത്വങ്ങളുമായി പിണഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത്തരം നീക്കങ്ങളിലേക്കൊന്നും പോകാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും ഇന്നലെ പിടിച്ച പശുവിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയും മിനിങ്ങാന്ന് പിടിച്ച പശുവിന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് പിടിച്ച പശുവിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയും ഭക്ഷിക്കാൻ കടുവ എത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ആ പശുവിനെ ദീർഘദൂരം അതിന്റെ മൃതദേഹം കടിച്ചു വലിച്ചു പോയ പാടുകളും മറ്റും അവിടെയുണ്ട്. അതുകൊണ്ട് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും RRT ഇതിന്റെ കൃത്യമായ സാന്നിധ്യം കണ്ടെത്തുകയും ആ പ്രദേശങ്ങളിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. എന്നാൽ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എന്തായാലും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കരുതലോടെ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആര്യ, വയനാട് മാനന്തവാടി പിലാക്കാവിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കടുവയെ പിടിക്കാനായുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പാലക്കാട് ധോണിയിൽ കാട്ടാനയായ PT7 ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ധോണിയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. PT7 പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 17 ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ധോണി കുന്നത്തുകളം മേഖലയിലെ സജീവ്, രാധാകൃഷ്ണൻ, ശാന്തകുമാരൻ എന്നിവരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. രാധാകൃഷ്ണന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന വാഴയും നെൽകൃഷിയും നശിപ്പിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വന്ന് 10-30 കൊല്ലമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇന്ന് വരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഈ ആനൻ്റെ ശല്യങ്ങൾ കാരണമല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയാനും. പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ 3 പുല്ല് കൃഷി ചെയ്തതാണ്, ഇപ്പോൾ 1 പുല്ലാക്കി. ഇനിയിപ്പോൾ അത് 1 പുല്ല് നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട്. സജീവിന്റെ വിളവെടുക്കാറായ നെല്ലാണ് നശിപ്പിച്ചത്. PT7 ആണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഇതിപ്പോൾ ഇവിടെ നഷ്ടം ഒരു കുറച്ചുള്ളെങ്കിലും എനിക്ക് അപ്പുറത്ത് കുറച്ചൊരു 1.5 ഏക്കറോളം പാടങ്ങളുണ്ട്. അതൊരു 70% മൊത്തം നഷ്ടമായി കഴിഞ്ഞു. അതിലിപ്പോൾ അവിടെ മൊത്തം ഒരു 8-9 ഏക്കറോളം കൃഷിയുണ്ട് മൊത്തത്തിൽ. അതിലിപ്പോൾ ഒരു 70% PT7 എന്നല്ല എല്ലാ ആനകളും കൂടി അത് നശിപ്പിച്ചു കഴിഞ്ഞു.
ഇങ്ങനെ പോവുകയാണെങ്കിൽ ധോണിയിലെ നെൽകൃഷി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോണത്. PT7 പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 17-ന് ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. മലമ്പുഴ, അകത്തേത്തറ, പുതുപ്പരിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ വന്യജീവികളുടെ വംശവർദ്ധനവ് തടയാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഇതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ KFRIയെ ചുമതലപ്പെടുത്തി. കടുവയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വംശവർദ്ധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ആവാസ മേഖലയിൽ ഒരു കടുവക്ക് എല്ലാം ഒരു അത്യാവശ്യം സ്പേസ് വേണമല്ലോ. ആ സ്പേസ് ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയതയും യുക്തിഭദ്രതയും ഒന്നുകൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് KFRIയോട് അടിയന്തരമായ ഒരു പഠനം നടത്തി അവരുടെ ശുപാർശകൾ, പ്രയോജനകരമായ ആ ശുപാർശകൾ കണക്കിലെടുത്തുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ നിയമനിർമ്മാണമോ അല്ല സർക്കാർ ഉത്തരവുകൾ മതിയെങ്കിൽ ആ ഉത്തരവുകൾ വെച്ചോ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വാർത്തയിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. തമിഴ്നാട് കാഞ്ചീപുരത്ത് മലയാളി പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി. ആൺ സുഹൃത്തിന്റെ മുന്നിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 7 മണിയോടെ ആൺ സുഹൃത്തിനെ കാണാനെത്തിയ പെൺകുട്ടിയെ 6 അംഗ സംഘം വഴിയിൽ തടഞ്ഞു. തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി. സംഘം ഇരുവരെയും തടങ്കലിലാക്കിയെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളാണെന്നും പോലീസ് അറിയിച്ചു. കുട്ടികൾ കളിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിന്റെ പേരിൽ കൊച്ചിയിൽ 11-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണം. കുട്ടിയെ മർദ്ദിച്ച സുനിത അഫ്സലിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്നും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് കങ്ങരപ്പടി കോളോട്ടിമൂലയിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മകനുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ സുനിത അഫ്സൽ എന്ന യുവതി 11-കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയതെന്ന് കുട്ടിയുടെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകൾ പോലും ചുമത്തിയില്ല. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ACPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവർ ജസ്റ്റ് ഇവിടം വരെ 2 പോലീസുകാർ വന്ന് ആ കൊച്ചിന്റെ ഒരു മൊഴിയും കാര്യങ്ങളും എടുത്ത് കൊച്ചു കുറേ പറയാത്ത കാര്യങ്ങളൊക്കെ അതിൽ എഴുതി പരിപാടിയും ചെയ്ത് കാര്യങ്ങളും ചെയ്ത് അവർ പോയി. എന്നിട്ട് ഒരു ദുർബലമായ 2 കേസ് ഇട്ടിട്ട് FIR എഴുതി എനിക്ക് തന്നു. അപ്പം നിലവിൽ ഈ പ്രതി അവരെ രക്ഷിച്ചെടുക്കാന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ അജണ്ട. പരിക്കേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കാക്കനാട് ഒലിവ് കോട്ട് യാർഡിലെ താമസക്കാർക്ക് വിചിത്ര നിബന്ധനകൾ ഏർപ്പെടുത്തി ഫ്ളാറ്റ് അസോസിയേഷൻ. അതിഥികൾ ഫ്ളാറ്റിൽ എത്തരുതെന്നാണ് നിർദ്ദേശം. രാത്രി 10-ന് ശേഷം ആരും പുറത്തിറങ്ങാനോ ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല. സദാചാര പോലീസിംഗ് ആരോപിച്ച് താമസക്കാരായ 62 പേർ കൊച്ചി DCPക്ക് പരാതി നൽകി. ആലപ്പുഴ കായംകുളത്ത് ഹെൽമറ്റ് ധരിക്കാത്തത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് CPM നേതാവിന്റെ ഭീഷണി. ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ അലമ്പശ്ശേരിയാണ് കായംകുളം സ്റ്റേഷനിലെ SI ശ്രീകുമാറിനെ ഭീഷണിപ്പെടുത്തിയത്. നടപടിയിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു അഷ്കറിന്റെ ഭീഷണി. കഴിഞ്ഞ വെള്ളിയാഴ്ച കായംകുളത്ത് നടുറോഡിലാണ് അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിപാടിക്കായി കായംകുളത്ത് പോലീസ് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അഷ്കറിന്റെ വാഹനവും പോലീസ് തടഞ്ഞു. ഇതിനിടെ ഹെൽമറ്റ് വയ്ക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതോടെ
ഇയാൾ പ്രകോപിതനായി. തർക്കം രൂക്ഷമായതോടെ ജോലിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും പിടിച്ചുമാറ്റി. ഭീഷണി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി എത്തി. മന്ത്രിയുടെ പരിപാടി SI അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഭീഷണിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ശ്രീകാര്യം അമ്പാടി നഗർ സ്വദേശി സാജുവാണ് മരിച്ചത്. ക്രൂരമായ മർദ്ദനത്തിൽ അവശനായ സാജുവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. അനീഷ്, വിനോദ് എന്നിവരാണ് പിടിയിലായത്. മദ്യപാനത്തിനിടെ സാജുവിന്റെ മൊബൈൽ സുഹൃത്തുക്കൾ പിടിച്ചുവാങ്ങി. ഇത് തിരിച്ചു ചോദിക്കാൻ എത്തിയപ്പോൾ കല്ലും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പരുത്തിപ്പാറയിൽ വെച്ച് പോലീസ് പിടികൂടി. പ്രതികളിൽ ഒരാളായ അനീഷ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോകുകയും പോലീസിന് നേരെ ബോംബെറിയുകയും ചെയ്ത പ്രതി ഷഫീഖ് പിടിയിൽ. ആര്യനാട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഷഫീഖ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് വീട്ടുടമയും ഇയാൾ രാവിലെ ആക്രമിച്ചു. തലയിൽ കല്ലുകൊണ്ടടിച്ച് കിണറ്റിൽ തള്ളി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതി അബിൻ ഓടി രക്ഷപ്പെട്ടു. പോലീസിനെ ആക്രമിച്ച കേസിൽ ഷഫീഖിന്റെ സഹോദരനും അമ്മയും നേരത്തെ പിടിയിലായിരുന്നു. സ്പോർട്സ്. കാര്യവട്ടം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 2 മാറ്റങ്ങളോടെയാണ് ഇന്ത്യൻ ടീം കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയ്ക്കും ഇമ്രാൻ മാലിക്കിനും പകരം സൂര്യകുമാർ യാദവും വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം പിടിച്ചു. 3ാം ഏകദിനവും ജയിച്ച് സമ്പൂർണ്ണ ജയമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 86 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.